ലിലിപ്പപ്പ, ഹസൻപപ്പ, നീച്ച്, നിങ്ങൾ എന്താ കടന്നുറങ്ങുന്നേ? കുഞ്ഞാഞ്ചും കൊച്ചാണ്ടിയും ഒക്കെ വന്നുണ്ടല്ലോ. അതെ അതെ, ഏട്ടന്മാരെ രണ്ടുപേരും വേഗം എണീച്ചോ. നിങ്ങൾ രണ്ടുപേരെയും പൊക്കിക്കൊണ്ടുപോവാൻ താഴ്ന്ന ഓർഡർ തന്നിരിക്കുകയാണ്. അവരുടെ വയനാട്ടിൽ ഇവിടെ എത്താനായി. നിങ്ങൾ വേഗം എണീക്കി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചീത്തേക്കും. എണീക്ക് എണീക്ക്. ഞങ്ങൾ വന്നോളാം, നിങ്ങൾ ചെല്ലു താഴേക്ക്. ഓക്കെ ഓക്കെ, ഞങ്ങൾ വേഗം താഴെ പോവാ. അവരിങ്ങ് എത്തുന്നതിന് മുമ്പ് രണ്ടാളും താഴെ കണ്ടാ മതി. ഓ ആയിക്കോട്ടെ മാഡം, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം, ഞങ്ങൾ ചെല്ല്. അപ്പോ എനിക്ക് ആരൊക്കെ വയനാട്ടിൽ നിന്ന് വരുന്നു? വയനാട്ടിൽ നിന്നോ? അവരോ? അപ്പോ സമ്മതിക്കൂല. എടാ എന്താടാ നിനക്ക്? ഉറങ്ങ്, ഇന്നൂടെ ഉറങ്ങാൻ പറ്റുള്ളൂ. ആരിവിടെയാണ് താമസിക്കാൻ പോണെങ്കിൽ ഉറങ്ങാനേ പറ്റില്ല. അതിനിപ്പോ ആരാണ് വയനാട്ടിൽ ഇവിടേക്ക് നിക്കാൻ? അവരെന്തിനിപ്പോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നേ? ദൈവമേ, എന്റെ ഉറക്കം പോയി. നിന്റെ ഉറക്കം മാത്രമേ പോയുള്ളൂ, എന്റെ സമാധാനവും പോയി. വെറുതെ അല്ല നമ്മളോടൊന്ന് കമ്പനി പോകണ്ടെന്ന് പറഞ്ഞേ. അച്ഛനും അമ്മയ്ക്ക് വെഡിങ് ആനിവേഴ്സറി നാളെ, അതിന് വരുമായിരിക്കും അവര്. പോപ്പ്, ഞാൻ കമ്പനി പോവാ. അപ്പോ ഉണ്ണി നീറ്റില്ല ഇതുവരെ? അച്ഛനും അമ്മയും ഇത് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. വേഗം വന്നോ, അല്ലെങ്കിൽ വടിയെടുത്ത് നിങ്ങൾക്കായിരിക്കും പൊട്ടിക്കുക. എന്തായാലും നിന്നെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു മുങ്ങാൻ നോക്കാം. സെറ്റ് അല്ല, എണീക്ക്, അല്ലെങ്കിൽ ബാക്കി താഴ്ന്നു കേൾക്കാം. ഏട്ടത്തി വരെ വിളി തുടങ്ങി. വേഗം പോവാ, ഇല്ലെങ്കിൽ ഇനിയിപ്പോ അത് മതി. ചേച്ചി, നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞ കടയില്. ആ പൊന്നു, ഡ്രസ്സൊക്കെ എപ്പോഴേ സെറ്റാ. ഗായ്സ്, എന്താണ് ഇവിടെ ഒരു ചർച്ച? ഞാൻ ഇടപെടണോ? ആഹാ, ഇടപെടുന്ന മഹാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കൂടെ ഒരു വാലുണ്ടായിരുന്നല്ലോ, എവിടെ? എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എടാ ഉണ്ണി, നീ ഇതെവിടെ? ഞാനിവിടെ ഉണ്ട്. താഴേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴേ സിദ്ധാർത്ഥ വിളിച്ച്. കമ്പനിയിൽ എന്തോ അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. എന്തായാലും പോയേ പറ്റുള്ളൂ. മമ്മിയെ ഒന്ന് ഫുഡ് എടുത്തേ. മറ്റേ ടെൻഡറിന്റെ കാര്യം പറയാനല്ലേ? ആ മീറ്റിംഗ് കുറെ ആയി പോസ്റ്റ്പോൺ ചെയ്ത് കളിക്കുന്നു. ഇന്നലെ അത് തീരുമാനമാക്കണം. വിവേക് ഇന്നലെ പറഞ്ഞിരുന്നു. അയ്യോ, ഇന്ന് ലേറ്റ് ആയാലോ, നമുക്ക് വേഗം പോവാൻ വാ. ഇപ്പൊ രണ്ടുപേരും കൂടെ കമ്പനിക്ക് പോയാൽ മീറ്റിംഗിന് പകരം നിങ്ങളുടെ കാര്യത്തിലായിരിക്കും തീരുമാനമാവുക. നാളത്തേക്ക് കുറേ സാധനം വാങ്ങാനുണ്ട്, ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഡ്രസ്സ് അവിടെ ഓർഡർ ചെയ്തത് ഒന്നും വാങ്ങിയിട്ടില്ല. പൊന്നു കുറേ നേരമായി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾ വേഗം ഫുഡ് വെച്ചിട്ട് റെഡി ആയിട്ട് പോയി അത് വാങ്ങിയിട്ട് പോ. അവരിപ്പോ വയനാട്ടിന് വിളിക്കും. അച്ഛനെയും കൂട്ടിപ്പോ, അവനവിടെ വെറുതെയിരിക്കോ. ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്നോ? ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവ കാണുന്നില്ലേ? അച്ചു മതി കഴിച്ചത്, കുറെ നേരമായല്ലോ നീ കഴിക്കാൻ വന്ന് അവിടെ ഇരിക്കുന്നു. നീ വന്നേ, ദാ ഉണ്ണീനെയും അപ്പൂനെയും കൂട്ടി കടയിൽ ചെന്നിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. പിന്നെ ഓർഡർ ചെയ്ത ഡ്രസ്സും വാങ്ങാനുണ്ട്. പൊന്നു കുറെ നേരമായി എന്തൊക്കെയോ പറയുന്നു. പിന്നെ നിങ്ങൾ വന്നിട്ട് വേണം റൂം അറേഞ്ച് ചെയ്യാൻ. അവരൊക്കെ വരുന്നല്ലേ. എന്താണ് മമ്മി ഇതും കൂടെ കഴിച്ചിട്ട് പോരെ? നീ അവിടെ ഇരി, ഞാൻ ഈ നൈസിനെ റൂമിക്ക് മുന്നോട്ട്, അല്ലെങ്കിൽ പണിയെടുക്കേണ്ടി വരും. എടാ ഒപ്പത്തിന്റെ പട്ടി പോകല്ലേ. കുഞ്ഞേച്ചി, നിങ്ങൾ വന്നു. ദൈവമേ, കുരിശ്. പെട്ട് ഞാൻ ഈ പഞ്ചായത്തിലേ ഇല്ല. ഇനി നമ്മൾ അവസ്ഥ യേശുക്രിസ്തുവിനെ കോട്ടം പരിതാപകരമായിരിക്കും. വേഗം മുങ്ങാം. കുഞ്ഞാണ്ടിയും കൊച്ചാണ്ടിയും കണ്ണമാമനും ഒക്കെ വന്നല്ലോ. സ്വാമിമോള് വലുതായല്ലോ. ഇങ്ങോട്ട് വാ, കണ്ണൻ നോക്കട്ടെ. ഇല്ലല്ലോ, സ്വാമിമോള് കുഞ്ഞിതല്ലേ. സ്വാമിമോള് വലുതായിട്ടില്ലല്ലോ. അല്ല, അന്ന് കണ്ടപ്പോ സ്വാമിമോള് കണ്ണിന്റെ ഇത്ര ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ കണ്ണിന്റെ ഇത്രയ്ക്ക്. കുഞ്ഞാറ്റെ, നീ വന്നു. മിസ് ചെയ്തിട്ട് മുത്തേ. ശ്രീകുട്ടി, ദേ അച്ഛനും അമ്മയൊക്കെ വന്നു. അവരെത്തി. ഏട്ടന്മാര് എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നമ്മള് കൊറേ ആയല്ലേ കണ്ടിട്ട്. നിങ്ങളെന്താ അവിടെ നിക്കുന്നേ? വാ, കേറിയിരിക്കേ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. അല്ല, തായേട്ടനും എബിനേട്ടനും അവിടെ പോയി? അവരെ കണ്ടില്ലല്ലോ. മഹാദേവ, ഇവളും മുടങ്ങിയിരിക്കണം.
നീ എന്തൊക്കെയാ പറയണേ? ഡൗളി നീ ആളവായി നോക്കി നിൽക്കുക, വാ എന്നിട്ട്. എടാ മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവരെ ബാഗൊക്കെ എടുത്തിട്ട് മേലത്തെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുവച്ചോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂം റെഡിയാക്കി കൊടുക്കാം. ഇല്ല, വേണ്ട കൃപാന്റി, ഞങ്ങൾ കൊണ്ടുവച്ചോളാം. എവിടെയാ വെക്കണ്ടേന്ന് പറഞ്ഞാൽ മതി. അല്ലേലും നിങ്ങൾ തന്നെ കൊണ്ടുവയ്ക്കും, ഞങ്ങൾ കൊണ്ടുവയ്ക്കാനൊന്നും പോകുന്നില്ല അല്ലേ അപ്പു? അതിന് നിങ്ങളോടാണ് പറഞ്ഞത്, ഞാൻ കൃപാന്റിനോടല്ലേ പറഞ്ഞത്. ഓ, എന്തെങ്കിലും ഒഴിഞ്ഞായിരുന്നോ? ഞാൻ എനിക്കിഷ്ടമുള്ളത് പറയും, നിങ്ങൾക്കെന്താ? എടി പൂച്ചയ്ക്ക് പരിണാമം സംഭവിച്ചിട്ടുണ്ടായവളെ വേണ്ട, നീ വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കും. ഇത് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാട്ടോ. ഞാൻ ഇയാളോട് എന്തേലും പറഞ്ഞോ? വെറുതെ എന്നെ കയറി ചൊറിയാൻ പോഴു. ചൊറിയും നിന്റെ മറ്റവൻ മാറി നിന്നോ മുപ്പത്. എന്താ അവരെ കഴിഞ്ഞില്ല അവള്, എന്നിട്ടാണ് കാണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. വേണ്ട കേട്ടോ, കുറെ നേരമായി അവര്. വീട്ടിൽ വന്ന ഗസ്റ്റുകളോട് ഇങ്ങനെയാണോ സംസാരിക്കുക? ഇപ്പൊ ബാഗ് എടുത്ത് വെച്ചു കൊടുക്ക. കേട്ട് കൃപാന്റിയുടെ കേട്ട് അങ്ങനെ തന്നെ എന്നോട് കൊള്ള കോഴി. ഇതിനെന്താണെന്നും എന്താണ് നിന്നോട് വേണ്ട, ഒന്നും പറയണ്ടതാ നല്ലത്. ഉണ്ണി നീ കേട്ട് നിൽക്ക്. ഞാൻ ഈ നേഴ്സിന് മുങ്ങോട്ട് കൂടുതൽ നേരം ഇവിടെ നിന്നാൽ ഇവറ്റകളുടെ ബാഗ് ഞാൻ ചുമക്കേണ്ടി വരും കേട്ടാ. ഓഹോ, നേഴ്സിന് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ? ശരിയാക്കി തരട കള്ള കോഴി. കൃപാന്റെ ഈ ബാഗ് ഒന്ന് എടുത്തു വെച്ച് തരാൻ പറ. നല്ല വെയിറ്റ് ഉണ്ട്, ഇതെടുത്തിട്ട് മേലെ പോവാനാവൂല. ഈ ബാഗിന് അത്ര വെയിറ്റ് ഒന്നുമില്ലല്ലോ, ഒറ്റയ്ക്ക് എടുത്ത് വന്നാൽ മതി. ആണോ? അതൊക്കെ വെയിറ്റ് ഒന്നുമില്ലല്ലോ. അപ്പൊ എന്തായാലും എടുത്ത് വെച്ചതിക്ക് മേലെ കൊണ്ടുവച്ചേക്കട്ടോ. ഓ പിന്നെ എൻ്റെ പട്ടി എടുക്കും, വേണമെങ്കിൽ സ്വന്തം കൊണ്ടുവച്ചോ. എന്തിനൊക്കെ പട്ടി എടുക്കുന്നു പറഞ്ഞു? നീ എടുക്കുന്നു പറഞ്ഞാലും പട്ടി എടുക്കുന്നു പറഞ്ഞാലും ചെയ്യുന്നില്ലേ? മാറി നിൽക്കാം അങ്ങോട്ട്. ഡേ നീ ഏതടി തീപ്പെട്ടിക്കൊള്ളി? മക്കളെ, നിങ്ങൾ തന്നെ കൊണ്ടുവയ്ക്കായിരിക്കും നല്ലത്. ഇവന്മാരെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഇന്ന് റൂമിൽ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. മേലെ പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് രണ്ടാമത്തെ റൂം കേട്ടോ, അവിടെ വെച്ചോ. രണ്ടുപേരും ഒരു റൂമിൽ കിടക്കില്ലേ? അതോ രണ്ടുപേർക്കും സെപ്പറേറ്റ് റൂം ആക്കണോ? ആ കൃപാന്റി, ഞങ്ങൾ പോയി ബാഗ് വെച്ചിട്ട് വരാം. അപ്പോഴേക്കും കൃപാന്റി ഫുഡ് എടുക്കും. എത്ര കാലമായി കൃപാന്റിനും ദയാന്റിനും കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട്. അമോറ, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 പേരും പരസ്പരം അവരെ പവർ തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റോൺ എടുക്കാൻ പോവാന്നുള്ളത് ഭയങ്കര മത്സരമായിരിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ ആ സ്റ്റോണിലേക്ക് എത്തിപ്പെടാൻ നോക്കണം. ഇനി വൈകിക്കൂടാ. ഓക്കെ മാസ്റ്റർ പറയുന്ന പോലെ ആ സ്റ്റോൺ എത്രയും വേഗം നമ്മുടെ കയ്യിൽ കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കാം. ശരി, എന്നാൽ ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. നമുക്ക് ആദ്യം അതിലേക്ക് എത്തിപ്പെടാനുള്ള മാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അവർ 10 പേര് ഒരുമിക്കുന്നതിന് മുമ്പ് ആ മാപ്പും ആ സ്റ്റോണും നമ്മുടെ കൈവശമായിരിക്കും. ശ്രീകുട്ടി, ഇതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമാകാനായി. നമുക്കിങ്ങനെ മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നും അങ്ങനെ ഒരു സ്റ്റോൺ എടുക്കാൻ വിധിക്കപ്പെട്ടത് നമ്മളാണെന്നും തായേട്ടനോട് ഇവരോട് പറയണ്ടേ? ഇതെന്നാണെങ്കിൽ അവരറിയണ്ടേ? എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ കുറേ ലേറ്റായെന്ന്. കുറച്ചുകൂടെ മുമ്പ് പറയണമായിരുന്നെന്ന്. ഇനിയും വൈകിക്കാൻ പാടില്ല, അത് അവരോട് പറയണ്ടേ? ഹനേച്ചി, എനിക്കത് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ അവർ വിശ്വസിക്കുമോ? പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ, മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ കാലത്ത് ആരാ വിശ്വസിക്കുക? സ്റ്റോൺ എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ ഇവരോട് പറഞ്ഞാൽ ഇവര് വിട്ടില്ലെങ്കിലോ? ആ ശ്രീകുട്ടി, എനിക്ക് മനസ്സിലാവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സമയമെടുത്ത് അവരെ വിശ്വസിക്കട്ടെ. കാരണം ഇനി എപ്പോഴാ മാസ്റ്റർ നമ്മളോട് ആ സ്റ്റോൺ തപ്പി പോകാൻ പറയാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവരോട് ഇത് പറയുന്നതിനെക്കാട്ടും മാസ്റ്റർ അത് പറയുന്നതിന് മുമ്പേ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ടൈം എടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് പറയണം. നമുക്കത് പറഞ്ഞു നോക്കാം. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി കൂടുതൽ വൈകിപ്പിക്കണ്ട. അമ്മേന്റെ കുട്ടി അമ്മേനെ നോക്കിയിരിക്കുകയാണോ? എന്നാ വായോ, അമ്മ ഉറക്കി തരണ്ട. ശ്രീകുട്ടി പോയി കിടന്നു, സമയം കുറെ പെട്ടെന്ന് ചെന്നു. പിന്നെ അന്വേഷിക്കുന്നുണ്ടാവും.
ഹനേച്ചിൻ്റെ ചെല്ല്, നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. എബിനേട്ടാ കിടന്നോ? ഞാൻ ഹനേച്ചിൻ്റെ അടുത്തായിരുന്നു, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ആ വന്നു, ഏട്ടത്തിൻ്റെ അടുത്തായിരുന്നു. ഓക്കെ ഓക്കെ. ഞാൻ കിടന്നില്ല, എനിക്ക് കുറച്ച് പേപ്പേഴ്സ് നോക്കാനുണ്ടായിരുന്നു. സോ ഞാൻ കിടന്നില്ല. നിനക്ക് ഉറക്കം വരുന്നതിൻ്റെ കിടന്നു, എനിക്ക് കുറച്ചും കൂടെ നോക്കാനുണ്ട്. എന്തോ എത്ര തിരക്ക്. എപ്പോഴും ഞാൻ ആദ്യം വന്ന് കിടക്കും, അത് കഴിഞ്ഞ് എബിനേട്ടൻ എപ്പോഴെങ്കിലും വന്ന് കിടക്കും. പിന്നെ ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ എബിനേട്ടൻ ഇവിടെ ഉണ്ടാവില്ല. എത്ര കാലമായി ഇങ്ങനെ? എന്തോ എത്ര തിരക്ക്. അത് കുറച്ച് കാലമായിട്ട് കമ്പനിയിലെ വർക്ക് കൂടുതലാണ്. അപ്പൂനെ കൊണ്ടും ഉണ്ണിനെ കൊണ്ടും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ. നീ കിടന്നു, എന്തായാലും ടൈം കുറേ ആയില്ലേ. ഞാൻ വന്ന് കിടന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ ഓക്കെ അല്ലേ? നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ വന്ന് കിടക്കുക, ഞാൻ എന്തായാലും ഉറങ്ങും. ഗുഡ് നൈറ്റ്. ശരിടാ, ഭാര്യ പിണങ്ങിയോ? എന്നാ വേണ്ട, പരാതി തീർത്തേക്കാം. ഞാനും വന്ന് കിടക്കാം. ഓ, ഇനി ഞാൻ പറഞ്ഞിട്ട് ആരും എൻ്റെ കൂടെ വന്ന് കിടക്കണ്ട. പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ ഉറങ്ങാം. ഓ എന്റെ ശ്രേയ കൊച്ചേ, എന്താണ് ഒരു പരിഭവം? നമുക്കും വേണ്ടേ ഹനീച്ചിനെയും തായേട്ടനെയും പോലെ ഒരു കൊച്ച്? അയ്യോ, ഹനീച്ചിനെയും തായേട്ടനെയും പോലെയല്ല, സാമിമോളെ പോലെ ഒരു കൊച്ച്. പിന്നെ കുറച്ചു നേരം കൂടെ പേപ്പർ നോക്കിയിരുന്നു, തനിയെ ഉണ്ടായിക്കോളൂ. ഓ, അപ്പൻ്റെ പെണ്ണിന് കൊച്ചുങ്ങളൊക്കെ വേണം. എന്നാ പിന്നെ എങ്ങനാ? അല്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവില്ല ഇതുപോലെ കൊച്ചൊക്കെ വേണമെന്ന് ആഗ്രഹം. ഇങ്ങനെ പേപ്പറും കമ്പനി നോക്കി നടന്നു. ആഹാ, ഇതിപ്പോ എന്റെ മാത്രം കുറ്റമായോ? എടി എടി, കല്യാണം കഴിഞ്ഞിട്ട് നീ എപ്പോഴാടി എനിക്ക് കൊച്ചുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്? വേണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കൊരു നഴ്സറിയൊക്കെ തുടങ്ങാമായിരുന്നു. മിണ്ടാതെ നിന്നോ? നഴ്സറി പോലും അല്ല. കല്യാണം കഴിഞ്ഞ ഭാര്യമാരിങ്ങനെ പറഞ്ഞായിരുന്നോ എനിക്ക് കൊച്ചിനെ വേണമെന്ന്? പറയുന്നില്ല ഞാൻ. ഓ, സമ്മതിച്ച്. എന്റെ തെറ്റാ, എന്താ തെറ്റാ? ഞാൻ മനസ്സിലാക്കണമായിരുന്നു, വൈകിപ്പോയി. എന്തായാലും വൈകിയാണേലും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ ഒന്നും പറയണ്ട, ഞാനതെങ്ങനെ എടുക്കുക. ഈ റൂമൊക്കെയല്ലോ കയറി നോക്കിയാലോ? അച്ഛൻ്റെ റൂമായിരിക്കോ? അമ്പോ, എന്തടിപൊളി റൂമാ. വീട്ടിൽ കാണുമ്പോഴേ കിടക്കാൻ തോന്നുന്നു. ഒന്ന് കിടന്നാലോ? ഉണ്ണിയേട്ടൻ്റെ റൂമാണോ? ഇവിടെ വരേണ്ട ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ആരാത് എൻ്റെ വീട്ടിൽ കയറി കിടക്കുന്നത്? അത് പറ. ദൈവമേ, ഇവനോ? നീ എന്താണ് ഇവിടെ? ആഹാ, കൊള്ളാലെ വിളി. അത് ഞാനല്ലേ ചോദിക്കുന്നത്, നീ എന്താ ഇവിടെ? ഞാനത് കൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ റൂം കണ്ടു, ഇഷ്ടായി, കേറി കിടന്നു. എന്ന് തനിക്കെന്താ? ആഹാ, എന്നോട് അനുവാദം ചോദിക്കാതെ എൻ്റെ റൂമിൽ കയറി എൻ്റെ ബെഡിൽ കിടന്നിട്ട് എന്നോട് തർക്കിക്കുന്നു. മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോണം. ഇതിങ്ങനെ റൂമായിരുന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു സായ. അതുവഴി അങ്ങ് പോയാൽ പോരായിരുന്നു. വെറുതെ വേലയിരിക്കുന്ന പാമ്പിനൊക്കെ എടുത്ത് തോളത്ത് വെച്ചോളൂ. ഇനിയിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ, അതിനിപ്പോ തന്റെ റൂമാണെങ്കിൽ ഇങ്ങോട്ട് കയറരുതെന്ന് വാതിലുമേൽ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തന്റെ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇത് എന്റെ റൂമാണ്, ഇങ്ങോട്ട് കയറരുത് എന്ന് ഡോർമിൽ എഴുതി വെക്കണമായിരുന്നു. എൻ്റെ റൂമെന്ന് മാത്രമല്ല, ആരുടെ റൂമാണെങ്കിലും ഒന്ന് നോക്കിയ, അല്ലെങ്കിൽ അയാളുടെ പെർമിഷൻ ചോദിച്ചിട്ട് കയറിയാൽ പോരെ. ഇതിൻ്റെ റൂമിൽ കയറുകയാണെങ്കിൽ പോട്ടെ, ആ ബെഡിൽ കിടന്നിട്ട് പറയുന്നില്ല, ഇറങ്ങി പോയിക്കോ മതി. ഓക്കെ, സോറി, നോക്ക് ചെയ്യാതെ കയറി, എന്റെ തെറ്റാ. പക്ഷെ അറിയാതെ കയറിയതല്ലേ. അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കുക? മാനേഴ്സ് ഇല്ലേ ഒട്ടും എനിക്ക്? ഓഹോ, മതി കാണിച്ചത് പിന്നെ നല്ല മാനേഴ്സ് ഉള്ള കാര്യമാണല്ലോ. പറയുന്നില്ല ഞാൻ. എന്തായാലും നിന്നേക്കാൾ കൂടുതൽ മാനേഴ്സ് എനിക്കുണ്ട്, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഓക്കെ, യു ക്യാൻ ലീവ്. എടാ മലയാളത്തിൽ സംസാരിക്കടാ. നീ എന്താ മദാമിന്റെ കുഞ്ഞു? ഓക്കെ, യു ക്യാൻ ലീവ്. ലീവാൻ എനിക്ക് ഉദ്ദേശമില്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ കിടക്കുന്നു. ഇന്ന് ഞാൻ ലീവുന്നില്ല. അവന്റെ ലീവ് ലെറ്റർ. ഓഹോ, അങ്ങനെ മോക്ക് വാശിയാണല്ലേ? എന്താ എനിക്കും വാശിയ.
മര്യാദയ്ക്ക് ഇറങ്ങി പോയിക്കോ. എൻ്റെ റൂമിൽ കിടക്കുന്ന നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ഇറങ്ങി പോവാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. തനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താൻ ഇറങ്ങിപ്പോടോ. എൻ്റെ റൂമിൽ വന്നിട്ട് എന്നോട് ഇറങ്ങി പോവാനോ? ഇങ്ങോട്ട് വാങ്ങി. കൈ കയറി പിടിക്കുന്നു, കൈന്ന് വിടറോ. എൻ്റെ റൂമിലുള്ള സാധനങ്ങളെ ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. പറ്റില്ലെങ്കിൽ just get out. അതെ മിസ്, സായിക്ക് ആരും പേടിയില്ല. തനിക്ക് പേടിപ്പിക്കാൻ അതിന് വേറെ ആളെ നോക്കണം. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്ത് നോക്കണോ താൻ. എന്താണ് ഇവിടെ ഒരു ഒച്ചയും പിടിയും വലിയൊക്കെ? എന്താണ് ഗൈസ് ഇവിടെ അടി? എന്താ പ്രശ്നം? ഓ സബാഷ്, ഇതിന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ തിരുപ്പതിയായി. അതെ മിസ്റ്റർ ഡേവിഡ് അങ്കിളിന്റെ മോനെ. നിന്നോടല്ല ഞാൻ ചോദിച്ചത്, എൻ കുഞ്ഞാറ്റേനോടാ ചോദിച്ചത്. എന്താ കുഞ്ഞാവിടെ പ്രശ്നം? നേരിട്ട് തന്തയ്ക്ക് വിളിക്കുന്നു. ഈ കൊള്ളാരോടെ പൂച്ച കുഞ്ഞെ, നിന്നിപ്പോ അങ്ങോട്ട് ആരെങ്കിലും ക്ഷണിച്ചോ? ഇറങ്ങിപ്പോടി. അയ്യോ സോറി കുട്ട, അറിയാത്തോണ്ടാ. പിന്നെ ആരെങ്കിലും ക്ഷണിച്ചിട്ട് വേണ്ട എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ, കേട്ടോ? ഇത് ഉണ്ണീട്ടാ, ഈ ഭർഷനൊന്ന് വിളിച്ചിട്ട് പോവോ? കുറെ നേരായി. എങ്ങനെ സഹിക്കുന്നു ഉണ്ണീട്ടനൊക്കെ? അല്ല പിന്നെ കുറെ നേരമായി അവിടെ എൻ്റെ റൂമിൽ വന്ന് എന്നോട് ആജ്ഞാപിക്കുന്നു. എവിടെങ്കിലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വേണേ. ആഹാ, ഓർഡർ ഇടണം. നീ ഓർഡർ ഇടുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് കുറെ ഗേൾസ് ഉണ്ടാവും. അതുപോലെയല്ല ഞാൻ. സോ നിനക്ക് ഓർഡർ ഇടണമെങ്കിൽ നീ അവരടുത്ത് പോയി ഓർഡർ ഇടും. നീ മര്യാദയ്ക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോയിനെ. ഇനി ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുന്ന പ്രശ്നമല്ല. ഇന്ന് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നതൊക്കെ കൊള്ളാം. എൻ്റെ ബ്ലാങ്കറ്റോ പില്ലോസോ നിനക്ക് കിട്ടുന്നതല്ല. ഓക്കെ, വേണമെങ്കിൽ അപ്പുറത്തെങ്ങാനും പോയി എടുത്തിട്ട് വന്നു. അല്ലേ തന്റെ ബ്ലാങ്കറ്റും പില്ലോസും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ ഉപയോഗിക്കുന്നതിന് ഭേദം ഉപയോഗിക്കാതിരിക്കുന്നതാ. ഓ പിന്നെ എൻ്റെ റൂമും ബെഡ് ഉപയോഗിക്കുന്നതൊക്കെ ആ മോള് പോയി എടുത്തിട്ട് വാ. അയ്യയുടെ മനമേ, അങ്ങനെ ഞാൻ ബ്ലാങ്കറ്റും പില്ലോസും എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുമ്പോൾ തനിക്ക് വാതി അടയ്ക്കാനല്ലേ? അങ്ങനെ ഞാൻ പോവില്ല. ശേഷേ ഞാനങ്ങനെ ചെയ്യില്ല. നീ വേഗത്തിൽ എടുത്തിട്ട് വാ. ഞാൻ അവിടെ വെയിറ്റ് ആക്കാം. എന്റെ കൃഷ്ണ, ഇവനിതെന്ത് ഉദ്ദേശിച്ച? എന്താണെന്ന് തോറ്റെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഓക്കെ, ഞാൻ പില്ലോസ് എടുത്തിട്ട് വരാം. നീ വാതിൽ പൊട്ടരുത്. ശിവനെ, ഇവരുടെ ഇപ്പൊ നിർത്തിയില്ലെങ്കിൽ ഇത് രാവിലെ വരെ നീണ്ടുപോകുമല്ലോ. എന്തെങ്കിലും ചെയ്യണം. ആ കുഞ്ഞന്റെ അവനെ പ്രാന്താ. നീ അവൻ പറയുന്നു നോക്കണ്ട. നീ പെട്ടെന്ന് റൂം പോയി കിടന്നു. ഇതേ പൂച്ച കുഞ്ഞെ ഇവിടെ വിളിച്ചോണ്ട് പോയേ. നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. വാപ്പു ഉറങ്ങും. മതി 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 മതി. ബാക്കിയടി നാളെ. അതെ, ബുദ്ധിയില്ലാത്തൊരു മകനാണെങ്കിലും ഇപ്പൊ അതിൽ കുറച്ച് കാര്യമുണ്ട്. നമുക്ക് കിടന്ന് ഉറങ്ങാം. ബാക്കിയത് നാളെ നിങ്ങൾ എപ്പോഴാന്ന് വെച്ചുണ്ടാക്കിക്കോ. ഇപ്പൊ വാ ഉറങ്ങാം. ഓ, അതിന്റെ ഇടയിൽ കൂടി എനിക്കിട്ട് കുത്താൻ മറക്കരുത് കേട്ടോ. നിന്നെ ഞാൻ രാവിലെ എടുത്തോളാം. ഇപ്പൊ നീ കൊച്ചിനെ വിളിച്ചോണ്ട് ചെല്ല്, ഇല്ലെങ്കിൽ ഇവിടെ 3-4 ലോക മഹായുദ്ധം ഉണ്ടാവും. ഇയാളിത് കൊറേ എന്നെ എടുക്കാന്ന് പറയുന്നത് എടുക്കുന്ന അല്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഗുഡ് നൈറ്റ്. വാ കുഞ്ഞ, നമുക്ക് പോവാം. രക്ഷപ്പെടാൻ പറ്റിയ അവസരമാണ്. നീയായിട്ട് കളഞ്ഞു പൊളിക്കരുത് കുഞ്ഞാറ്റേ. ഡോണ്ട്. ആ ഉണ്ണിയുടെ മരണയും കൊണ്ട് പിന്നെ ഞങ്ങളിവിടെ ആദ്യമായിട്ടല്ല നിൽക്കാൻ വരുന്നത്. അതുകൊണ്ട് പാവ ഒറ്റയ്ക്ക് അതുകൊണ്ട് ഞാൻ പോവാം. അല്ലാതെ പേടിച്ചിട്ടല്ലേ. പൂരി എന്തായാലും കൊള്ളാം. അതങ്ങനെ തന്നെ ഇരുന്നോട്ടേക്കും. പക്ഷേ ഉണ്ടല്ലോ, നിന്നെ പേടിക്കണേലേ സായ ഒന്നുകൂടെ ക്ഷമിക്കണം. ഓക്കെ വാവേ, എന്നാ പോവാം. ഇനി സംസാരിച്ചോണ്ട് നിന്ന് ഇവനെ ഞാൻ ചിലപ്പോൾ കൊല്ലും. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ. ഉണ്ണിയേട്ടാ ഗുഡ് നൈറ്റ്. അപ്പൊ കൊള്ളാലേ. ഇപ്രാവശ്യത്തെ അടിയൊക്കെ കുറച്ച് ഡ്രസ്സുണ്ട്. കഴിഞ്ഞ ആട്ടൊക്കെ എന്തായിരുന്നു എൻ്റെ അമ്മ, ആലോചിക്കാനേ വയ്യ. ഓഹോ, നല്ല രസമുണ്ടായിരുന്നല്ലേ. വന്ന് കയറി കിടന്നുറങ്ങടാ. എന്നിട്ട് ഒരു അടി, രസം, സാമ്പാർ. ഓ, എന്തിനാണ് ഹർഷ വേണ്ടാത്ത പരിപാടിക്കുന്നത്? അവൻ്റെ പോയിട്ടിരിക്കുന്ന മൊത്തം കണ്ടില്ല. മിണ്ടാതെ കിടന്നാൽ പോരെ എന്ന് വെച്ചത്. അപ്പോൾ നീ ഒരുമിച്ച് കിടക്കാം നമുക്ക്. കമോൺ റമുത്തേ. വന്ന് കിടന്നുറങ്ങ്. നീ പറഞ്ഞ പോലെ കുഴപ്പമില്ലായിരുന്നു വണ്ടി. ഒരു മയത്തിലങ്ങ് പോയി. പക്ഷേ നീ ഇടയ്ക്ക് വന്ന് കോളാക്കി. ഞാൻ വിളിച്ചു അവിടെ നിന്ന് എൻ്റെ കൂടെ കിടക്കുന്നു.
ഇടയിൽ കൂടെ വന്നിട്ടവൻ. എടാ മോനെ അപ്പു, എന്താണ് ഒരിളക്കം? ഇതുവരെ അല്ലാത്തൊരു പ്രത്യേക ടൈപ്പ് ഇളക്കമാണല്ലോ ഇത്. അയ്യേ, നീ തെറ്റിദ്ധരിക്കല്ലേ. നീ ഉദ്ദേശിക്കുന്ന പോലെ അതല്ല ഇത്. ആളെന്തായാലും ഇവിടെ ഞങ്ങൾ കിടക്കുക. അപ്പോൾ കട്ടിമൻ ചവിട്ടി താഴെ ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലാനൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. ഒക്കെ കൊളാക്കി പന്നി. ഓ അല്ലാത്, അത് നമുക്ക് സെറ്റാക്കാലോ, സമയമുണ്ടല്ലോ. അയ്യോ സമയമില്ലല്ലേ, അവര് നാളെ മറ്റന്നാളായിട്ട് പോവല്ലേ. സാരല്ല, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും റെഡിയാക്കിയാൽ പോരെ. അല്ലെങ്കിൽ അതൊക്കെ വേണോടാ, നമുക്ക് ഈ ശത്രുതയ്ക്ക് അങ്ങോട്ട് നിർത്താം. പാവം വെച്ച് എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമായെങ്കിൽ അങ്ങ് ചെന്ന് കെട്ട്. പാവം കൊച്ചോട് പറയുന്നില്ല ഞാൻ. കുറച്ചേരം കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ. ഒന്നുമില്ല, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവപ്പടുത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി കൊച്ചിനൊക്കെ ആണെങ്കിൽ ഞാനൊരു ജീവിതം കൊടുക്കാം. എന്തായാലും ഇപ്പൊ സമയം കുറേ കിടക്കാം. അയ്യടാ, അവൻ്റെ ഒരു ജീവിതം കൊടുക്കല് രണ്ടാളുകൾ കടന്നോളാം. കൊണ പറഞ്ഞോണ്ടിരിക്കുക. ഓ, നിന്റെ പറച്ചിലിട്ടതൊന്നുമല്ല, ഞാൻ നിന്റെ പെണ്ണ് ജീവിതം കൊടുക്കാന്നാ പറഞ്ഞു. ഞാൻ സായമൊക്കെ ജീവിതം കൊടുക്കാന്നല്ലേ പറഞ്ഞേ. ഞാൻ ജീവിതം കൊടുക്കും, നിനക്കെന്താ? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ എന്തായാലും ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഓ അല്ല, നിനക്കപ്പോൾ പണ്ടത്തോടെ സ്നേഹമൊന്നുമില്ല. പണ്ട് ഞാൻ എന്ത് വെച്ചാൽ വിളിക്കുന്നാലും നീ കൂടെ നിൽക്കുമായിരുന്നല്ലോ. ഇപ്പം നീ അങ്ങനെയൊന്നല്ല. എന്തായാലും ഉറങ്ങിക്കോ, നാളെ ഫംഗ്ഷൻ ഉള്ളതാ. നേരത്തെ എണീക്കണം. ഇന്ന് കിടന്ന പോലെ കിടന്നാലേ നാളെ മടലെടുത്തടിക്കും നമ്മൾ. സോറി മുത്തേ, ഈ കാര്യത്തിൽ ഞാൻ നിന്നോട് നിൽക്കൂല. വേറെ എന്ത് വേണം നീ പറഞ്ഞു. ഓക്കെ, എന്തായാലും ഉറങ്ങിക്കോ. ഇനി ഉറക്ക കളയണ്ട. അല്ലെങ്കിൽ നിന്നെ പോലെ ഫേക്കല്ലോ അവളോട് സംസാരിച്ച് ഞാൻ എൻ്റെ ഉറക്കാൻ കഴിയില്ല. നാളെ രാവിലെ നേരത്തെ നീറ്റിൽ കയറ്റിപ്പോയിട്ട് എൻ്റെ കൊച്ചിനെ വളയ്ക്കാനുള്ളതാ. അപ്പം ശരി, ഗുഡ് നൈറ്റ്. ചിന്നു, വാതിലോർക്ക് പെട്ടെന്നാവട്ടെ. എന്റെ പൊന്നു പെണ്ണെ, സംസാരിച്ചോണ്ട് നിൽക്കാൻ സമയമില്ല. നീ വേഗം വാതിലോർക്ക് ആരെയും കാണുന്നതിന് മുമ്പേ. ഫൈനലി നീ തുറന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാനത് ഉള്ളിൽ വന്നിട്ട് പറയില്ലേ, പുറത്ത് നിന്ന് വർത്താനം പറഞ്ഞ ആരും കേൾക്കൂല. അപ്പൊ നിനക്ക് ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് തുറന്നാ പോരെ. ഓ ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാ. വന്നിട്ട് മാഡത്തിനൊരു മൈൻഡില്ലല്ലോ. ഇപ്പോ എന്നോട് ആരും നോക്കി ചിരിച്ചിട്ടില്ല. ഞാൻ നിന്നെ കുറെ നോക്കിയായിരുന്നു, നിനക്ക് ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. നോക്കിയെന്ത് സഹോദരൻ എന്ന് പറയുന്നേന്ന്. നിനക്കെന്നെ ഒരു മൈൻഡും ഇല്ലാഞ്ഞിട്ട് ഞാൻ എന്റെ കുഞ്ഞാച്ചനടുത്ത് പോയിട്ട് സംസാരിച്ചേ. നീ ഒന്നും പറയണ്ട, ഞാനപ്പോ നിന്നോട് മിണ്ടാതിരിക്കണ്ട. എന്നിട്ട് എന്നോട് മിണ്ടൂലെന്നോ? ഇതെവിടുത്തെ ന്യായ? അങ്ങനെ ഇപ്പൊ പോവാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലും പോവാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, എന്തിനാ വന്നെന്ന് പറഞ്ഞ മോള് സാധിച്ചു തരൂ. ദുരുദ്ദേശം പോലെ ഉണ്ടെന്നല്ല, ദുരുദ്ദേശം തന്നെയാണെന്ന് കൂട്ടിക്കോ. സ്റ്റോപ്പ്. ഇതല്ലേ ചിന്നുന്റെ റൂം? എന്താ അവിടുന്ന് ഒരാൺ ശബ്ദം? എനിക്ക് തോന്നി ഞാൻ ഒരു ചോർക്കം വന്നത്
എനിക്ക് തോന്നുന്നതാണെന്ന്. കേറി നോക്കിയാലോ? സംതിങ് ഫിഷി. വേണ്ട 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 വേണ്ട, കയറി നോക്കണ്ട. ഇനി അഥവാ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ കണ്ടാൽ പണിയും. അതുകൊണ്ട് കുറച്ച് മോശപ്പെട്ട പരിപാടിയാണെങ്കിൽ നമുക്ക് ഒടിഞ്ഞു നോക്കാം, അതാവും നന്നാവുക. അച്ചു, ഇവരെന്താ ഇവിടെ? അച്ഛനെന്താ ഇവിടെ? സൂക്ഷ്മമായി മൊത്തത്തിൽ നിരീക്ഷിച്ചിട്ട് നമുക്ക് എന്താന്ന് കണ്ടുപിടിക്കാം. ചിന്നു, നീ ഒന്നും പറയണ്ട. ഇന്ന് മൈൻഡ് ആക്കാത്തതിന്റെ പണിഷ്മെന്റ് നിനക്ക് തന്നിട്ടേ ഞാൻ പോവൂ. എന്നെങ്കിലും തൊട്ടല്ല സൗണ്ട് ഉണ്ടാക്കി ആന്റിനെ അങ്കിളിനെ വിളിക്കും. മര്യാദയ്ക്ക് എന്റെ റൂമിൽ പോയിക്കോ. ഓ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എന്നാ പിന്നെ നീ വിളിക്കടി, പെട്ടെന്ന് ആയിക്കോട്ടെ, വേഗം വിളി. അച്ഛൻ കാണിക്കല്ലോ. റൂമിൽ പോയി ഇവിടെ ശരിയല്ല. ശരി, റൂമിൽ പോയിക്കോ. പോകാൻ പറ്റേ. ഞാൻ ഇപ്പൊ അച്ഛമുണ്ടാക്കിയ ആൾക്കാരെ കൂട്ടല്ലേ. സത്യം പറഞ്ഞോ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? കുഞ്ഞത് നിനക്ക് ഉറക്കൊന്നുമില്ല, നീ എന്താ ഇവിടെ? ഞങ്ങൾ ഉറങ്ങിക്കോളാം. അതല്ല, നിങ്ങളെന്തേലും ഉറങ്ങാതെ പരിപാടി? സത്യം പറഞ്ഞോ? എന്താ ചിന്നു? അയ്യോ പെട്ടോ? അച്ഛനെന്തേലും പറയും. ഞാനൊന്നും പറയാനോ, നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഉരുണ്ട് കളിക്കാതെ മര്യാദക്ക് രണ്ട് സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എല്ലാരും വിളിക്കും, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഉറപ്പാ. കുഞ്ഞാറ്റ ചതിക്കില്ല, ഞാൻ പറയാ, ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തില്ല. ഇതൊക്കെ എപ്പോ? കുഞ്ഞാതെ ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല. വിളിക്ക്, എല്ലാരെയും വിളിക്ക്. വേണ്ട, ആരെയും വിളിക്കില്ലേ. ഞാൻ നിങ്ങൾ പറയണ എന്ത് വേണേയും വാങ്ങിത്തരും. ഒരു കയ്യബദ്ധം പറ്റിപ്പോയില്ലേ, ഇത് ആർക്കാണേലും പറ്റൂലേ. നിങ്ങൾ പറയണ എന്ത് വേണേയും വാങ്ങിത്തരും. മുത്തല് ചക്കരല്ലേ, പഞ്ചാര എല്ലാരോടും പറയല്ലേ. അവന്റെ അമ്മൂമ്മന്റെ ഒരു കയ്യബദ്ധം പോയി ഇറങ്ങുറങ്ങാൻ രാത്രിയാണ് അവൻ കയ്യബദ്ധം ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. രണ്ടുപേരും റൂമിന് ഒരുമിച്ച് നിൽക്കുന്നത് ശരിയല്ല. പോയി മതി. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സൊല്ലാം കേട്ടോ. ഇപ്പൊ പോയി കിടന്നിറങ്ങിക്കോ ചിന്നു, പോയി കിടന്നിറങ്ങും. ഞാനും പോവാണ്, കോപ്പ് മോട് പോയി. നോക്ക് എന്താ ഇവൻ? പോയി കിടന്നുറങ്ങണ. അറിയാതെയാണെങ്കിൽ പോലും നിങ്ങൾ 10 പേരെ ഒരുമിച്ചിരിക്കുന്നു. ഇനിയുള്ളത് നിങ്ങൾ പരസ്പരം നിങ്ങളെ പവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ എനിക്കത് ഒറ്റയ്ക്കനയക്കണം. ഇനിയും വൈകിച്ചൂടാ. നിങ്ങൾ ഒരുമിക്കുന്നതിന് മുമ്പേ ആ സ്റ്റോൺ എന്റേതാവും, എന്റേത് മാത്രം.